ഹലോ, നമ്മളിന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് KUC ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ ഒരു അര കപ്പ് തൈരും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലോട്ട് ഞാൻ അഡീഷണൽ ആയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ടിട്ടുണ്ട്. അതിനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് വെക്കണം. അന്നേരം കൊണ്ട് നമ്മൾ ഒരു കുക്കർ ചൂടാക്കിയിട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമായ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ നമ്മൾ ഇടുന്നത് വെല്ലുള്ളിയാണ് കേട്ടോ. ഞാൻ 4 മീഡിയം സൈസ് വെല്ലുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെല്ലുള്ളിയാണ്. എന്നിട്ട് ഇത് ഇതിലിട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് നമ്മളിപ്പോൾ ബ്രൗൺ കളർ ആവുന്നേരം ഇളക്കണം കേട്ടോ. വെല്ലുള്ളി ഇട്ടിട്ട് ഞാൻ 3 ഗ്ലാസ് അരിക്കാണ് 4 വെല്ലുള്ളി എടുത്തത്. ഇതിലോട്ട് നമുക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ തക്കാളി, പിന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ചിക്കനില്ലേ, തൈരൊക്കെ ഇട്ടിട്ട് അതും ഇതിനകത്തോട്ടൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് നന്നായി പിടിക്കുന്ന വരെ, ആ ഉള്ളിയും ചിക്കനൊന്ന് പിടിക്കുന്ന വരെ ഇളക്കിയ ശേഷം പുതിനയും പിന്നെ മല്ലിച്ചപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിനാണ് പുതിനയും മല്ലിച്ചപ്പും ഇടേണ്ടത്. ഇളക്കി കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ചിക്കനിലെ വെള്ളമൊക്കെ വരും. ആ വെള്ളം വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പതച്ച് വരുമ്പോൾ അതിലോട്ട് നമുക്ക് എടുത്ത് വെച്ച് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടിട്ട് എന്താക്കണമെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ തവിയോണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളത്തിൻ്റെ അടിയിലാവുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അടി മൊത്തത്തിൽ ഇളക്കേണ്ട, അരി മാത്രം ഇളക്കിയാൽ മതി. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ അടിച്ച ശേഷം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ആഹാ, ഇതാണ് കേട്ടോ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇത് ഞാൻ ബിരിയാണി നല്ലപോലെ വന്ന് കുഴച്ചിട്ട് അടിയിൽ നിന്ന് മേലിലോട്ട് കുഴച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ തൈരും കൂട്ടിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തൈരും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.